ബാലൻസ് ഷീറ്റ്. ഒരു കമ്പനിയുടെ സാമ്പത്തിക അവസ്ഥയുടെ ഒരു പ്രത്യേക ദിവസത്തെ ഒരു ഫോട്ടോ ആണെന്ന് വിചാരിച്ചാൽ മതി, ഒരു സ്നാപ്ഷോട്ട്. ഇന്നത്തെ ദിവസം കമ്പനിയുടെ അവസ്ഥ ഇതാണ് എന്ന് കൃത്യമായി പറഞ്ഞുതരും. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റിന്റെ ഹൃദയത്തിലേക്ക് വരാം. എല്ലാ ബാലൻസ് ഷീറ്റിനെയും നിയന്ത്രിക്കുന്ന, ഒരിക്കലും തെറ്റാത്ത ഒരൊറ്റ നിയമമുണ്ട്. ഈ ഒരൊറ്റ ആശയം പിടികിട്ടിയാൽ മതി, ബാക്കിയെല്ലാം എളുപ്പമാകും. അതെ, ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ലളിതമായ എന്നാൽ വളരെ ശക്തമായ ഒരു നിയമമുണ്ട്. അക്കൗണ്ടിങ്ങിലെ ഒരു ഗോൾഡൻ റൂൾ എന്ന് വേണമെങ്കിൽ ഇതിന് പറയാം. എന്താണ് ആ നിയമമെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? ഇതാണ് ആ നിയമം, ഒരു സമവാക്യം. ഒരു കമ്പനിക്ക് എന്തൊക്കെ സ്വന്തമായിട്ടുണ്ടോ അതിനെ നമ്മൾ ആസ്തികൾ അഥവാ അസറ്റ്സ് എന്ന് പറയും. അതെപ്പോഴും കമ്പനി മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള കടങ്ങളും, അതായത് ലൈബിലിറ്റീസ്, അതിനോടൊപ്പം ഉടമസ്ഥന്റെ മുതൽമുടക്കും, അതായത് ഇക്വിറ്റിയും ചേർന്ന തുകയ്ക്ക് തുല്യമായിരിക്കും. എന്തു വന്നാലും ഈ കണക്ക് ടാലിയായിരിക്കും. സാധാരണയായി ഈ കണക്കുകൾ രണ്ട് രീതിയിൽ അവതരിപ്പിക്കാറുണ്ട്. വശങ്ങളിലായി കാണിക്കുന്ന ടി ഫോം, പിന്നെ ഒന്നിന് താഴെ ഒന്നായി കാണിക്കുന്ന വെർട്ടിക്കൽ ഫോം. എങ്ങനെ കാണിച്ചാലും പറയുന്ന കഥ ഒന്നുതന്നെയാണ് കേട്ടോ. ശരി, അപ്പൊ നമുക്ക് ആ സമവാക്യത്തെ ഒന്ന് കീറിമുറിച്ച് പരിശോധിച്ചാലോ? നമുക്ക് വലതുവശത്ത് നിന്ന് തന്നെ തുടങ്ങാം. അതായത് ഒരു കമ്പനിക്ക് എന്തൊക്കെ കടങ്ങളുണ്ട് അല്ലെങ്കിൽ ബാധ്യതകളുണ്ടെന്ന് നോക്കാം. ലയബിലിറ്റീസ്, സിംപിളായി പറഞ്ഞാൽ കമ്പനി പുറത്തുള്ളവർക്ക് കൊടുക്കാനുള്ള പണം. ഇതിൽ തന്നെ രണ്ടെണ്ണമുണ്ട്. കറന്റ് ലയബിലിറ്റീസ്, അതായത് ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ട കടങ്ങൾ. ഉദാഹരണത്തിന് സാധനങ്ങൾ കടം വാങ്ങിയതിന്റെ പണം, ചെറിയ ലോണുകളൊക്കെ. പിന്നെ വരുന്നത് ലോങ് ടേം ലയബിലിറ്റീസ്, ഒരു വർഷത്തിൽ കൂടുതൽ സമയമെടുത്ത് തിരിച്ചടയ്ക്കേണ്ടവ. വലിയ ടേം ലോണുകൾ, ബോണ്ടുകളൊക്കെ ഇതിൽ വരും. അടുത്തത് ഓണേഴ്സ് ഇക്വിറ്റി. എന്താണിത്? കമ്പനിയുടെ മൊത്തം ആസ്തിയിൽ നിന്ന് എല്ലാ കടങ്ങളും കൊടുത്തു തീർത്താൽ ബാക്കി വരുന്നതാണ് ഉടമസ്ഥന്റെ അവകാശം. ശരിക്കും പറഞ്ഞാൽ ആ ബിസിനസ് എന്ന കേക്കിലെ ഉടമയുടെ കഷ്ണം. അപ്പോൾ ഈ ഓണേഴ്സ് ഇക്വിറ്റിയിൽ എന്തൊക്കെയാണ് വരുന്നത്? പ്രധാനമായും രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഷെയർ ക്യാപിറ്റൽ, അതായത് ഉടമസ്ഥർ ബിസിനസ്സിലേക്ക് നേരിട്ടിറക്കിയ പണം. രണ്ട്, റിസർവ്സ് ആൻഡ് സർപ്ലസ്, അതായത് ഓരോ വർഷവും കിട്ടിയ ലാഭത്തിൽ നിന്ന് കമ്പനിയിൽ തന്നെ സൂക്ഷിച്ചുവെച്ച പണം. അപ്പോൾ സമവാക്യത്തിന്റെ വലതുവശം നമ്മൾ കണ്ടു. ഇനി ഇടതുവശത്തേക്ക് പോകാം. അതായത് കമ്പനിക്ക് സ്വന്തമായി എന്തൊക്കെയുണ്ട്? കമ്പനിയുടെ ആസ്തികൾ. ബിസിനസ് നടത്താൻ വേണ്ടി കമ്പനി ഉപയോഗിക്കുന്ന എല്ലാമാണ് അസറ്റ്സ്. ഇതും രണ്ടു തരത്തിലുണ്ട്. കറന്റ് അസറ്റ്സ്, അതായത് ഒരു വർഷത്തിനുള്ളിൽ എളുപ്പത്തിൽ പണമാക്കി മാറ്റാൻ കഴിയുന്നവ. കയ്യിലുള്ള കാശ്, സ്റ്റോക്കുള്ള സാധനങ്ങൾ, സെക്യൂരിറ്റികളൊക്കെ ഇതിന് ഉദാഹരണമാണ്. പിന്നെ വരുന്നത് ഫിക്സഡ് അസറ്റ്സ്, അതായത് ദീർഘകാലത്തേക്ക് ഉപയോഗിക്കാനുള്ളവ. സ്ഥലം, മെഷീനറി, കെട്ടിടങ്ങൾ, പേറ്റന്റൊക്കെ ഇതിൽപ്പെടും. ഈ ഫിക്സ്ഡ് അസറ്റ്സിന്റെ കാര്യത്തില് ഒരു ചെറിയ വേർതിരിവുണ്ട്. ഇതിന് രണ്ട് ഫ്ലേവറുകളുണ്ടെന്ന് പറയാം. ടാഞ്ചിബിൾ, അതായത് തൊടാൻ പറ്റുന്നവ, പിന്നെ ഇൻടാഞ്ചിബിൾ, തൊടാൻ പറ്റാത്തവ. ടാഞ്ചിബിൾ അസറ്റ്സ് എന്നു പറഞ്ഞാൽ മെഷീനറി, കെട്ടിടങ്ങൾ, അങ്ങനെയുള്ള നമുക്ക് കാണാനും തൊടാനും പറ്റുന്ന ആസ്തികൾ. കാലം പോകുന്തോറും ഇതിന്റെ വില കുറയുമല്ലോ, അതിനെ നമ്മൾ ഡിപ്രീസിയേഷൻ എന്നു പറയും. ഇനി ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, അതായത് പേറ്റന്റ്, ട്രേഡ് മാർക്ക് പോലുള്ള തൊടാൻ പറ്റാത്ത ആസ്തികൾ. ഇവയുടെ മൂല്യത്തിൽ വരുന്ന കുറവിനെ അമോർട്ടൈസേഷൻ എന്നും പറയും. പേര് രണ്ടാണെങ്കിലും ആശയം ഒന്നാണ്. കാലം കഴിയുമ്പോൾ ആസ്തിയുടെ വില കുറയുന്നു. ശരി, അപ്പോൾ നമുക്ക് ബാലൻസ് ഷീറ്റിലെ പ്രധാന കഥാപാത്രങ്ങളെയൊക്കെ മനസ്സിലായി. അസറ്റ്സ്, ലയബിലിറ്റീസ്, ഇക്വിറ്റി. ഇനി ഇവരെ ഒരുമിച്ച് പറയുന്ന കഥ എങ്ങനെയാണ് വായിച്ചെടുക്കേണ്ടതെന്ന് നോക്കാം, അല്ലേ? ഒരു ബാലൻസ് ഷീറ്റ് കയ്യിൽ കിട്ടിയാൽ ആദ്യം തന്നെ ഈ 3 ചോദ്യങ്ങൾ സ്വയം ചോദിക്കണം. 1, ഇതെന്താണ്? ഉത്തരം, ഇതൊരു ബാലൻസ് ഷീറ്റാണ്. 2, ഇതാരുടേതാണ്? കമ്പനിയുടെ പേര് നോക്കുക. 3, ഏറ്റവും പ്രധാനം, ഇതെപ്പോഴത്തെ കണക്കാണ്? ആ ആസ് ഓൺ എന്നെഴുതിയ തീയതി ശ്രദ്ധിക്കുക. ആ തീയതി വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ബാലൻസ് ഷീറ്റ് ആ ഒരൊറ്റ ദിവസത്തെ സാമ്പത്തിക ചിത്രം മാത്രമാണ് തരുന്നത്. അടുത്ത ദിവസം അത് മാറാം. ഒരു വർഷത്തെ മൊത്തം കണക്ക് തരുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് പോലെയല്ല ഇത്. ഇതൊരു സ്നാപ്ഷോട്ടാണെന്ന് ഓർത്താൽ മതി. ഇനി ഒരു രസകരമായ കാര്യം പറയാം. ഈ അസറ്റ്സ് വെറുതെ അന്ന് എഴുതി വെച്ചതല്ല. അവയെ ഒരു പ്രത്യേക ഓർഡറിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. എത്ര പെട്ടെന്ന് പണമാക്കി മാറ്റാൻ പറ്റും എന്നതിന്റെ അടിസ്ഥാനത്തിൽ. ഇതിനെയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കയ്യിലുള്ള ക്യാഷൊക്കെ ആദ്യം വരുന്നതും വിൽക്കാൻ സമയമെടുക്കുന്ന കെട്ടിടങ്ങളൊക്കെ അവസാനം വരുന്നതും. ഇതേപോലെ തന്നെയാണ് ലയബിലിറ്റീസിന്റെ കാര്യവും. എപ്പോഴാണ് പണം തിരികെ കൊടുക്കേണ്ടത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ ഓർഡർ.
ഏറ്റവും പെട്ടെന്ന് കൊടുക്കേണ്ട കറന്റ് ലയബിലിറ്റീസ് ആദ്യം വരും, പിന്നെ ലോങ് ടേം ലയബിലിറ്റീസ്. എല്ലാ കടവും കൊടുത്തു തീർത്തതിനു ശേഷം മാത്രം പണം കിട്ടുന്ന ആളാണ് ഉടമസ്ഥൻ. അതുകൊണ്ടാണ് ഓണേഴ്സ് ഇക്വിറ്റി ഏറ്റവും അവസാനം വരുന്നത്. അപ്പോ ഇതിൽ നിന്ന് നമ്മളെ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഇതാണ്: ബാലൻസ് ഷീറ്റ് വെറും ഒരു അക്കങ്ങളുടെ ലിസ്റ്റ് അല്ല, അതിന്റെ ഘടനയിൽ തന്നെ ഒരു കഥ ഒളിഞ്ഞിരിപ്പുണ്ട്. ആ ഓർഡർ മനസ്സിലാക്കിയാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളെ വായിച്ചെടുക്കാൻ പറ്റും.